ഗോഗിന്റെ വിശ്വവിഖ്യാതമായ ഒരു ചിത്രമാണ് പൊട്ടറ്റോ ഈറ്റേഴ്സ്. പ്രശസ്തമായ ആ ചിത്രത്തെ അവലംബിച്ച് സുഭാഷ് ചന്ദ്രൻ എഴുതിയ ചെറുകഥയാണ് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ. വാൻഗോഗിന്റെ ചിത്രത്തിലെ കഥാപാത്രങ്ങൾക്ക് കൃത്യമായ മേൽവിലാസം കഥയിൽ നൽകിയിരിക്കുന്നു. അത്താഴത്തിന് തൊട്ടു മുൻപുള്ള ഏതോ മുഹൂർത്തത്തിലാണ് കഥ ആരംഭിക്കുന്നത്. ഖനിയിൽ ജോലിക്ക് പോയ മകൻ മടങ്ങിയെത്താതായപ്പോൾ അവനെ അന്വേഷിച്ചു പുറപ്പെട്ട അച്ഛനായ മിറൽ നിരാശയോടെ മടങ്ങിയെത്തുകയാണ്. ഉരുളക്കിഴങ്ങ് പാടത്തിന് നടുവിലുള്ള വീട്ടിലേക്ക് അയാൾ വേച്ചു നടക്കുകയാണ്. വിളവെടുപ്പ് കഴിഞ്ഞ് ഉണങ്ങാനിട്ടിരിക്കുന്ന പാടങ്ങൾ പ്രസവരക്ഷ ചെയ്യുകയാണെന്ന് പറയുന്നതിലൂടെ അമ്മയും പാടവും തമ്മിലുള്ള സാദൃശ്യ കൽപ്പനയാണ് കഥാകാരൻ നടത്തുന്നത്. കമ്പിളിയുടെ പിന്നിയ വിടവുകളിലൂടെ ശരീരത്തിലേക്ക് മഞ്ഞുകണങ്ങൾ വീഴുന്നുണ്ടായിരുന്നു. വിളക്കിന്റെ വെളിച്ചം ജനാല പഴുതിലൂടെ വരുന്നത് മങ്ങിയ കാഴ്ചയിലൂടെ കണ്ടപ്പോൾ തന്റെ വീട് ഒരു വെളുത്ത പൂവ് വെച്ച ശവകുടീരം പോലെ മിറാലിന് തോന്നി. ഇടം വലം ഉലഞ്ഞ് അയാൾ വീടിനടുത്തു വന്നു. മിറലിന്റെ മാനസികാവസ്ഥയാണ് ഇവിടെ തെളിയുന്നത്. ഏറെ ക്ഷീണിതനായും മനസ്സിലൊട്ടും സന്തോഷമില്ലാതെയുമാണ് അയാൾ വീട്ടിലേക്ക് കയറുന്നത്. മകനെക്കുറിച്ചുള്ള ചോദ്യത്തിന് എന്ത് മറുപടി നൽകും എന്ന ചിന്ത അയാളെ ഉലയ്ക്കുന്നുണ്ടാവാം. മകന്റെ ഭാര്യ ജൂലിയാന കണ്ടോ അച്ഛ എന്ന് ആകാംക്ഷയോടെ ചോദിച്ചു. ആ ചോദ്യം ഒരു തീക്കനൽ പോലെ അയാളുടെ നെഞ്ചിനെ പൊള്ളിച്ചു. അയാൾ മറുപടിയൊന്നും പറഞ്ഞില്ല. ജൂലിയയുടെ കണ്ണുകളിലേക്ക് നോക്കാനുള്ള ശക്തി അയാൾക്കുണ്ടായിരുന്നില്ല. മഞ്ഞിലൂടെയുള്ള നടത്തം കാരണം അയാളുടെ കാൽപാദം പൊള്ളിയിരുന്നു. ജൂലിയാനെ നോക്കിയപ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. ആണി പറഞ്ഞ് നിലംപൊത്താറായ മേശ, കൂറ നിറമുള്ള കുപ്പായം, ഇതൊക്കെ ആ വീട്ടിലെ ദാരിദ്ര്യത്തിന്റെ ചിഹ്നങ്ങളാണ്. ആ മുറിയിൽ ജൂലിയാനെ കൂടാതെ വേറെയും ആളുകൾ ഉണ്ടായിരുന്നു. അന്ന് രാവിലെ ദൂരെ നിന്ന് എത്തിച്ചേർന്ന ജൂലിയാനയുടെ വൃദ്ധരായ മാതാപിതാക്കളായിരുന്നു അവർ. മകളുടെ ഭർത്താവിനെ കാണാതായത് അറിഞ്ഞു വന്നതാവാം അവർ. ജൂലിയാനയുടെ മകൾ 8 വയസ്സുകാരി അന്ന വിളക്കിന്റെ പ്രകാശത്തിൽ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ജൂലിയാനയുടെ അച്ഛൻ സാമുവൽ റാംതോസ് വില്യം മൂന്നാമൻ രാജാവിനെ പോലെ സുന്ദരനായിരുന്നു. എന്നാൽ ദാരിദ്ര്യവും വാർദ്ധക്യവും അയാളുടെ രൂപത്തെ ദയനീയമാക്കിയിരുന്നു. മകളുടെ ഭർത്താവിന് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് ഉള്ളിൽ തോന്നിയിട്ടും സാമുവൽ റാംതോസ് അവളെ ആശ്വസിപ്പിക്കുന്നു. നാളെ ഖനികളിൽ പോയി താൻ അന്വേഷിച്ചു വരാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാനും അദ്ദേഹം ശ്രമിക്കുന്നു. ഖനിയിൽ അപകടം നിറഞ്ഞ പണിയേക്കാൾ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്ത് ജീവിക്കുകയാണ് നല്ലതെന്ന് പറയാമെന്നും അദ്ദേഹം ഉറപ്പു നൽകുന്നു. കൃഷി തന്റെ കുടുംബത്തിലെ ദാരിദ്ര്യം മാറ്റിയിട്ടില്ല എന്ന് മനസ്സിലാക്കി അപകടം നിറഞ്ഞ ഖനിയിലെ ജോലിക്ക് പോകാൻ തീരുമാനിച്ചതായിരുന്നു ജൂലിയയുടെ ഭർത്താവ്. ജൂലിയാന വാതിലടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ക്രൂശിതനായ യേശുവിന് മുന്നിൽ വിലപിക്കുന്ന മറിയത്തിന്റെ പടത്തിനു മുന്നിൽ ജൂലിയാന പ്രാർത്ഥിച്ചു നിന്നപ്പോൾ തുള്ളി തുള്ളിയായി ചോര ഇറ്റു വീഴുന്ന ശബ്ദം കേട്ടു. അവൾ പ്രാർത്ഥിച്ചു, ഖനികളിൽ പണി ചെയ്യുന്നവർക്ക് ഒരാപത്തും വരുത്തരുതേ എന്ന്. ലോകത്തിലെ ഒരാൾക്കും ഒരാപത്തും വരുത്തരുതേ എന്ന് പിന്നീട് മാറ്റി പറഞ്ഞു. തന്റെ പ്രാർത്ഥന സ്വാർത്ഥമായി പോയി എന്ന തോന്നലായിരുന്നു അതിന് കാരണം. തന്റെ അച്ഛന് സംഭവിച്ച അപകടത്തെക്കുറിച്ചറിയാതെ അദ്ദേഹത്തിന്റെ മടങ്ങി വരവിനായി കാത്തിരിക്കുകയാണ് അന്ന. ഈസ്റ്ററിന് ചായം തേച്ച മുട്ടകൾ കൊണ്ടുവരണമെന്ന് അച്ഛനോട് പറഞ്ഞില്ലേ എന്ന് മിറലിനോട് അന്ന ചോദിച്ചു. അച്ഛൻ വരുമ്പോൾ തനിക്ക് സമ്മാനങ്ങൾ കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിലാണ് അന്ന. ഖനികളിൽ നിന്നും ഭംഗിയുള്ള ഈസ്റ്റർ മുട്ടകളാണ് കുഴിച്ചെടുക്കുന്നത് എന്നും അത് ഉരുളക്കിഴങ്ങ് കിട്ടും പോലെയാണെന്നും അന്ന ധരിച്ചു വെച്ചിരുന്നു. അന്നയുടെ നിഷ്കളങ്കമായ പിതൃസ്നേഹം മറ്റുള്ളവരുടെ സങ്കടം ഇരട്ടിയാക്കി. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ആ ഇടുങ്ങിയ മാറാല കെട്ടിയ വീട്ടിൽ മൗനം തളം കെട്ടി. ഘടികാരത്തിന്റെ ശബ്ദത്തെയും അടക്കിയ നിശ്വാസങ്ങളെയും റാന്തൽ വിളക്കിന്റെ തിരുനാളത്തെയും വരെ ആ മൗനം ഉച്ചത്തിലുള്ള ശബ്ദമാക്കി തോന്നിപ്പിച്ചു. പുകമഞ്ഞ് പോലെയുള്ള ആ മൗനം അസഹനീയമായി തോന്നിയപ്പോൾ
ജൂലിയാന എഴുന്നേറ്റ് ഭക്ഷണത്തിനായി മാതാപിതാക്കളെ വിളിച്ചു. ഒരു പരന്ന പാത്രത്തിൽ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങുകൾ കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചു. ആ ഉരുളക്കിഴങ്ങ് കണ്ടപ്പോൾ മണ്ണിനടിയിൽപ്പെട്ട് ചതഞ്ഞ് മുഖം പൊട്ടി വികൃതമായി തിരിച്ചറിയാനാകാത്ത വിധത്തിൽ മുടിയും തൊലിയും പറഞ്ഞു കിടക്കുന്ന തന്റെ മകനെ ഓർത്ത് മിറൽ ദീർഘമായി നിശ്വസിച്ചു. തന്റെ ഭർത്താവിരിക്കുന്ന കസേര ഒഴിഞ്ഞു കിടക്കുന്നതിൽ ജൂലിയാന ഇരുന്നു. ഭർത്താവ് ഇനി തിരിച്ചു വരില്ല, ഇനി ഈ കുടുംബം നോക്കേണ്ടത് താനാണെന്ന് ഒരുപക്ഷെ ജൂലിയ അപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഘടികാരത്തിൽ നിന്ന് സമയം തുള്ളിത്തുള്ളികളായി താഴേക്ക് വീഴുന്ന ശബ്ദം ജൂലിയാനയുടെ കാതിൽ പിന്നെയും മുഴങ്ങാൻ തുടങ്ങി. അവർ ഉരുളക്കിഴങ്ങ് തിന്നാൻ ആരംഭിച്ചു. ഭർത്താവിന്റെ അച്ഛൻ ശൂന്യമായ കണ്ണുമായി ഇരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തെ നോക്കി. അച്ഛന്റെ കടക്കണ്ണിൽ നിന്ന് ചോര പൊടിയുന്നത് കണ്ടപ്പോൾ മകനെ നഷ്ടപ്പെട്ടു എന്ന സത്യവുമായാണ് അച്ഛൻ തിരികെ വന്നതെന്ന് ജൂലിയാന മനസ്സിലാക്കി. തന്റെ ഭർത്താവിന്റെ ഇരിപ്പിടത്തിൽ താൻ ഉറഞ്ഞു പോകുന്നത് അവൾ തിരിച്ചറിഞ്ഞു. ആ കസേരയിൽ ഇരിക്കാൻ ഇനി തന്റെ ഭർത്താവ് തിരികെ വരില്ല എന്നവൾ ഒരു ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു.